ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്യൂട്ടി സിൽക്സിൽ പോയിട്ടുണ്ടായിരുന്നു. തൃപ്രയാറുള്ള ബ്യൂട്ടി സിൽക്സിൽ കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കാറുള്ളത് പെരുന്നാളിനൊക്കെ. അപ്പോൾ എൻ്റെ കല്യാണത്തിനും അവിടെ നിന്നാണ് ഇപ്പോൾ ഡ്രസ്സ് കിട്ടിയത്. കല്യാണിൽ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ഈ ഡ്രസ്സുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഉമ്മാക്ക് ഡ്രസ്സൊക്കെ എടുത്തു, എനിക്ക് അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ബ്യൂട്ടി വന്നിട്ടാണ് എനിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കുള്ള എല്ലാ ഡ്രസ്സും എടുത്ത്, എനിക്ക് കല്യാണത്തിൻ്റെ ഡ്രസ്സ് അവർ കൊണ്ടുവരും. ബാക്കി നമ്മുടെ ഹൽദി മെഹന്തി ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയുള്ള ഡ്രസ്സും പിന്നെ നമുക്ക് സാധാരണ ക്യാഷ്വൽ ഒക്കെ ആയിട്ടിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ ഹൽദി ആയിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ എൻ്റെ 2 കസിൻസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കസിൻസിൻ്റെ കല്യാണവും പിന്നെ എൻ്റെ കല്യാണവും എല്ലാം ഒരു മാസമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം മാനേജ് ചെയ്തു. എല്ലാം മാഷാ അല്ലാ നല്ല ഹയറായിട്ട് നടന്നു. അപ്പോൾ അവളുടെ കല്യാണത്തിൻ്റെ ഹൽദിയുടെ അന്നാണ് കേട്ടോ കാണുന്നത്. എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഹൽദിയും പിന്നെ പിറ്റേ ദിവസമൊക്കെ ഞാൻ തലേ ദിവസം, കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് അധികം ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എടുത്ത ക്ലിപ്പൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ഇതാണ് കേട്ടോ കല്യാണപ്പെണ്ണ്. 3, 2, 1. എൻ്റെ അനിയൻ ചമ്മിയ മനോഹരമായൊരു ദൃശ്യമാണ് കണ്ടത് കേട്ടോ. മിക്കവാറും വീഡിയോ ഇറങ്ങുമ്പോഴത്തേനും അവൻ എന്നെ കൊല്ലും. എന്നാലും കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഓക്കെ, അങ്ങനെ അവളുടെ ഹൽദിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം അവളുടെ തലേ ദിവസമായിരുന്നു. അപ്പോൾ അവളുടെ തലേ ദിവസത്തെ ക്ലിപ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തെ എനിക്ക് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവളുടെ തലേ ദിവസം തന്നെയായിരുന്നു അവളുടെ നിക്കാഹ് ഉണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഉസ്താക്കന്മാരിങ്ങനെ പറഞ്ഞു തലേ ദിവസം നടത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് തലേ ദിവസമായിരുന്നു അവളുടെ നിക്കാഹ് ഉണ്ടായിരുന്നു. തലേ ദിവസം വൈകുന്നേരമായിരുന്നു കേട്ടോ നിക്കാഹ്, അസറിന് ശേഷം നിക്കാഹായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു കല്യാണം. അപ്പോൾ ഇതാണ് അവളുടെ തലേ ദിവസത്തെ കോസ്റ്റ്യൂം. ഇതാണ് അളിയൻ.